RSS ഇല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. RSSന്റെ സർക്കാർ വിവാഹം ഒരു ഹോട്ടലിലും താമസിക്കില്ല. ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇന്നേ ഒരു RSS സർക്കാർ വിവാഹം RSS പിന്നെ സർസംഘചാലകം ഒരു ഹോട്ടലിലും താമസിക്കില്ല. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട്. പറയുന്ന ആരോപണം എന്താണ്? ഇദ്ദേഹം ഹയാത്തിൽ വണ്ടി വെച്ചിട്ട് അവിടെ പോയി എന്നാണ്. അല്ലാതെ RSS നേതാവ് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നോ കണ്ടിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, 2024 ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേയ ഹോസബാളയും ADGPയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത VD സതീശൻ പറഞ്ഞപ്പോ അത് ഉണ്ടയില്ല വെടിയാണ്. രണ്ടും ഉണ്ടയില്ല വെടിയാണ്. ഒരു കാര്യമില്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? 23-ൽ കൂടിക്കാഴ്ച നടത്തിയ ആള് 24-ലെ പൂരം കലക്കി എന്താണെന്ന് ADG ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി. എന്താ ഇതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇല്ലെന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? പിണറായി വിജയനാണല്ലേ പറയേണ്ടത് എന്തിനാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു വിട്ടതാണോ? അല്ല, പിന്നെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് അതിന് മറുപടി പറയുന്നത്? CPM എങ്ങോട്ട് പോകാനാ? കോൺഗ്രസിലേക്ക് അവർ പോയിട്ട് എന്താ കാര്യം? ഞങ്ങളെ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 4 ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും CPM-ൽ നിന്നുള്ളവരാണ്. പിന്നെ CPM ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ CPM-ന്റെ ഗതി എന്താവും നിങ്ങൾക്കറിയില്ലേ? ഇപ്പോ 2 ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അൻവർ മാത്രമല്ല എന്നാ പറയുന്നത്. ജലീലുണ്ട്, പിന്നെ കള്ളക്കടത്തുകാരൻ മറ്റേ വേറൊരുത്തനുണ്ടല്ലോ, എന്താ റസാഖ്. ഇത് കുറെ ആൾക്കാർ ഒരു വശത്ത് ചേർന്നിരിക്കുന്നു. കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അർജുനായങ്കി, ആകാശ് തില്ലങ്കേരി, മറ്റേ കൊട്ടേഷൻ സംഘങ്ങളെല്ലാം. ഇപ്പൊ വേറൊരുത്തം വന്നിരിക്കുന്നത് സരിത്തിന്റെ കമ്പനി. ഇന്നലെ മറ്റേ പുതിയ പിണറായി വിജയന്റെ സ്വന്തമാണ്. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണുന്നതിൽ എന്താണ് തെറ്റെന്നും RSS നേതാവ് അങ്ങോട്ട് പോയി ADGPയെ കാണുകയായിരുന്നില്ല എന്നുള്ളതുമാണ് പറയുന്ന കാര്യം.